കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ ടി.വി. മമ്മൂട്ടി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ലീന ജയസൂര്യ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ വി.കെ. ജോസഫ്. എല്ലാവർക്കും സ്വാഗതം. അതല്ല അതിന്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. മുൻകോപം കുറെ മുൻകോപം കുറയ്ക്കണം. അതൊക്കെ അതിനു വേണ്ടിട്ട് തന്നെയാണ് ഈ പറയുന്നത്. അതിനു വേണ്ടിയാണ് മുൻകോപം ഉണ്ട്, ഇങ്ങനെയൊക്കെ പെരുമാറണം ആ കുട്ടി എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞതുപോലെ നിങ്ങൾ ആ കൗൺസിലറോട് പറയണം. പിന്നെ അതിനുള്ള ചോദ്യങ്ങളും ആ കുട്ടിയോട് ചോദിച്ചോളൂ. അവർക്ക് മനസ്സിലാവും നിങ്ങൾ പറഞ്ഞാണോ ശരി, ആ കുട്ടി പറഞ്ഞാണോ ശരി എന്നുള്ളത്. നിങ്ങൾ രണ്ടുപേരോടും ചോദിക്കുമ്പോഴേ അറിയുള്ളൂ. നിങ്ങളൊന്ന് കൂടെ പോയാൽ മതി. കുട്ടീനെ കൊണ്ടുപോകാനെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഇഷ്ടത്തിന് വേണ്ടി കുട്ടിയുടെ വീട്ടിൽ ഇറങ്ങിപ്പോയി. കുട്ടി എവിടെ കിടക്കുന്നു? അല്ല, കുട്ടിയെ നമ്മൾ പറഞ്ഞ് ശരിയാക്കി നിങ്ങളുടെ കൂടെ വിടാം. ഇപ്പോഴത്തെ അല്ല എന്റെ കൂടെ ചോദിച്ചിട്ടല്ല കുട്ടിയുടെ വീട്ടിൽ പോയത്. പഴയ കഥകൾ വിടൂ. നിങ്ങളെ ഇനി ആ മക്കൾക്ക് വേണ്ടി അതല്ലാണ്ട് വിടും. എപ്പോഴും ഈ മക്കൾക്ക് വേണ്ടിയാണ് എപ്പോഴും പറഞ്ഞ കൊച്ചുങ്ങളെ അങ്ങ് കൊടുക്കാനാണോ? കൊച്ചുങ്ങളെ നോക്കി അവരെ കൊണ്ട് നോക്കാൻ പറ്റുമോ? കൊച്ചുങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റത്തില്ല. ഞാൻ നോക്കുന്നതാണ് വരൂല, ഒരു നോക്കി എത്തൂല. ഞാൻ തന്നെ പറയുന്നത് 3 കൊച്ചുങ്ങളെ എനിക്കറിയാം ഒറ്റയ്ക്ക്. ഞാൻ ഞാൻ കഷ്ടപ്പെട്ട് അതിനൊക്കെ എടുത്തു. ഇപ്പൊ ഈ പരിവായപ്പം അച്ഛൻ ഭയങ്കര അവകാശം. 13 വയസ്സായില്ലേ? എഴുതുന്ന പരുവത്തിലൊന്നും അച്ഛനില്ലായിരുന്നല്ലേ? അച്ഛനും അച്ഛന്റെ ആൾക്കാരൊന്നും കണ്ടിട്ടില്ലല്ലേ? അതല്ല സിന്ധു, 3 കുട്ടികളെ നിങ്ങൾക്ക് കിട്ടിയാ നിങ്ങൾ എങ്ങനെ എന്ത് വരുമാനത്തിൽ അവരെ പഠിപ്പിച്ച് വളർത്തിയൊക്കെ എടുക്കണ്ടേ? അതിനുള്ള കഴിവുണ്ടോ? ഇല്ല, കഴിവില്ല. അപ്പോഴോ? അപ്പൊ പിന്നെ നിങ്ങൾ ചെലവിന് തന്നോണ്ട് മാത്രമായില്ലല്ലോ. കുട്ടിക്ക് ഭർത്താവ് വന്ന് താമസിക്കുന്നതിൽ ആ കുട്ടിയുടെ വീട്ടിൽ പോയി വെച്ചാൽ ആ കുട്ടിയുടെ കൂടെ നിങ്ങൾ ഭാര്യയും ഭർത്താവായി ജീവിക്കുന്നതിൽ ആ കുട്ടിക്ക് യാതൊരു എതിർപ്പും ഇല്ല ഈ കുട്ടിക്ക്. പക്ഷേ ആ കുട്ടിയുടെ ഒരേ ഒരു ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ മദ്യപാനം നിർത്തണം. അതിനാണ് പറഞ്ഞ മക്കള് പറഞ്ഞു അച്ഛൻ ഇപ്പൊ കുടിക്കാറില്ല, കുറച്ചു കാലായി. പിന്നെ അച്ഛൻ ഒരിക്കലും മദ്യപിച്ച് വന്ന് അമ്മയെ തല്ലിയിട്ടില്ല. പിന്നെ ഈ തലയ്ക്ക് ചവിട്ടിയ കാര്യം കുട്ടികൾ പറഞ്ഞു ഉള്ളിൽ എന്താ നടന്നതെന്ന് അറിയില്ല, ഞങ്ങൾ പുറത്തായിരുന്നു, ചവിട്ടിയിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ ഹോസ്പിറ്റലിൽ കിടന്നതായിട്ടൊന്നും കുട്ടികൾ പറയുന്നില്ല. സത്യം ചെയ്യാൻ അതത്ര നിസ്സാരമായിട്ട് കണക്കാക്കല്ലേ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു അന്ന് ആ ഇഷ്യൂ ഉണ്ടായിട്ട് പോലും പൊടിക്കുഞ്ഞുങ്ങളല്ലേ, അവരെ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ കൊണ്ടുവന്നു. പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റുണ്ടായത്? ആ രീതിയിലൊരു തെറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലല്ലോ. മുൻകോപമാണ് ഒരു കാരണം. ശരിയായിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. അതിനുള്ളത് വഴികളല്ലേ നമ്മൾ ഈ പറഞ്ഞ. വേറെ ഒരു തരത്തിലൊരു തെറ്റ് അവർ ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴും അതല്ലേ പറഞ്ഞ, ഇപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു വണ്ടി വിളിച്ച് അത് പോയി. അത് ചിലപ്പോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അവര് തെറ്റുവഴിയെ കൂടെ സഞ്ചരിക്കുന്നില്ല. ആദ്യത്തെ അല്ല, ഇതിപ്പോ കുറച്ച് തവണ ആയി. ഞാൻ സ്വന്തമായിട്ട് ഇറങ്ങി പോവും, അവിടെ പോവും. പിന്നെ കുറച്ച് ആൾ കഴിയുമ്പോൾ നമ്മൾ സ്വരൂപിച്ച് നേരെ ഇഞ്ഞു വരും. അത് ഒരു പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഈ മറ്റേ കാര്യങ്ങളൊക്കെ സംസാരത്തിൽ വരുന്നത് കൊണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. ആ ഇഷ്യൂ വരുമ്പോൾ അപ്പോൾ അവർക്ക് കൂടുതൽ ദേഷ്യം വരും. കാരണം അവരുടെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വം തെറ്റുണ്ടായിട്ടില്ലെങ്കിൽ അവർക്ക് കൂടുതൽ ദേഷ്യം വരും. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു വഴി കണ്ടുപിടിക്കണം നമ്മൾ. അല്ലാതെ കുടുംബം തകർക്കല്ലല്ലോ ചെയ്യുക. ഞാനായിട്ട് ഒരിക്കലും ഒരു കുടുംബം തകർക്ക അല്ല. ഇനി അവര് തകർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് റിപ്പയർ ചെയ്യണം.
ഒരുപാട് പ്രാവശ്യമായി സാറേ ഇത്. അല്ല, അത് നിങ്ങളെ ഒന്നും രണ്ടും പ്രാവശ്യം അല്ലേ ഇത്? ഇനിയിപ്പോ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും മാഡം പറയണത് ശ്രദ്ധിക്കുവോ? എന്നിട്ട് ആ കുടുംബം നന്നാക്കി കുട്ടികളെ നല്ലോണം വളർത്തി അവർക്ക് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുവോ? ഈ കുട്ടികൾ 3 പേർക്കും നിങ്ങളെ വേണമെന്നുള്ളതാണ്. അച്ഛനും അമ്മയും അച്ഛനും വേണമെന്നാണ് അമ്മയും അവർ വേണം. ഇപ്പൊ പറയുന്നത്. രണ്ടുപേരോട് സംസാരിച്ച് 2 പേർക്കും അച്ഛനും അമ്മയും വേണമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കുട്ടികളെ പ്രതിയെങ്കിലും 15 വർഷമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ്. 13 വയസ്സായിട്ടുള്ള 2 കുട്ടികളും 10 വയസ്സായിട്ടുള്ള ഒരു മോനും. ഈ കുട്ടികളുടെ ഭാവിയാണ് ഇനി നിങ്ങളുടെ ഉള്ള ജീവിതം. അല്ലാതെ നിങ്ങൾക്ക് ഇനിയൊരു ജീവിതം ഉണ്ടാവുമായിരിക്കും, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ കുട്ടികൾക്ക് നിങ്ങളല്ലാതെ വേറെ ജീവിതമില്ല. നിങ്ങൾ 2 പേരും അല്ലാതെ, ഒരാളല്ല, നിങ്ങൾ 2 പേരും അല്ലാതെ ആ കുട്ടികളുടെ ജീവിതം എന്താവും? അത് ആലോചിക്കുന്നുണ്ടോ? ഞാൻ പോവാൻ പറഞ്ഞില്ല, അയാൾ പറഞ്ഞു ഞാൻ പോയി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയുണ്ട്. ആർക്ക് എന്ത് ലാഭം, ആർക്ക് നഷ്ടം? ലാഭം ആർക്കും ഇല്ല, നഷ്ടം എന്താ? നിങ്ങളുടെ 2 പേരുടെ ജീവിതവും പോയി, ആ കുട്ടികളുടെ ജീവിതവും പോയി. ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? എന്താണ്? കൗൺസിലിങ്ങിന് പോവാൻ? ഞാൻ പോവാം. കൗൺസിലിങ്ങിന് പോകാൻ തയ്യാറാണ്? എന്നാൽ അവരെ കൊണ്ടുപോകും. അതാണ് ശരി, നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറാണോ ആ കുട്ടീനെ? കൊണ്ടുപോയാലേ പറഞ്ഞായിരുന്നു, വീട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമുക്കൊരു മനസ്സിലെ ഒരു വിഷമം, നിങ്ങൾക്കായാലും ശരി, ആ കുട്ടിക്കായാലും എനിക്കായാലും ആർക്കായാലും, ഒരു പരിധി വിട്ട് പെട്ടെന്ന് ഈ ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്യണ പോലെയും സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെയും നമ്മളുടെ മനസ്സ് മാറ്റാൻ കഴിയില്ല. മനസ്സിലാവുണ്ടോ? പനിക്ക് ചിലപ്പോൾ വല്ല മരുന്ന് കൊടുത്താൽ പനി മാറിയെന്ന് വരും. അതുപോലെ നമുക്ക് ഈ മനസ്സിനെ മാറ്റാൻ കഴിയില്ല, അതിന് കുറച്ച് സമയമെടുക്കും. അപ്പം ആ സമയപരിധി നമ്മൾ മനസ്സിൽ കണക്കാക്കണം. അപ്പോൾ ഉടനെ തന്നെ എല്ലാം മറിച്ച് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ടും, നിങ്ങളെ കൊണ്ടും പറ്റില്ല, ആരെ കൊണ്ടും പറ്റില്ല. ഇത് മനസ്സ് മാറ്റിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, നല്ല രീതിക്ക് കൊണ്ടുവരാനാണ് നമ്മളുടെ ശ്രമം. അതിന് പക്ഷേ നിങ്ങൾ കണ്ടീഷൻസ് പറയരുത്. ഇങ്ങനെയാണെങ്കിലേ പറ്റുള്ളൂ, അങ്ങനെയാണെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റില്ല. കുറച്ചൊക്കെ നിങ്ങളും വിട്ടുവീഴ്ചകൾ വരുത്തണം. ഇപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഉടനെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനും ആ ചുറ്റുപാടിലേക്ക് വരാനും പ്രശ്നങ്ങളുണ്ടാവും. അത് ആ കുട്ടിയുടെ പ്രശ്നമാവാം, നിങ്ങളുടെ പ്രശ്നമാവാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അത് എന്ത് തന്നെ പ്രശ്നമായാലും നമ്മളത് ഇവിടെ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ആ കുട്ടി നിൽക്കണ പോലെ ആ കുട്ടിയുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. നിങ്ങൾ ആ കുട്ടിയുടെ കാര്യങ്ങൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ അന്വേഷിക്കുക, കുട്ടികളുടെ കാര്യം അന്വേഷിക്കുക. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുമില്ല. അതിൻ്റെ പുറമെ നിങ്ങൾ ആ കുട്ടിയുടെ ആവശ്യത്തിന് സമയാസമയത്തിന് ഡോക്ടർ പറയുന്ന പോലെ ആ കുട്ടി ഡോക്ടറെ അടുത്തേക്ക് എത്തിക്കും. ഇത് കുറച്ച് 1-2 മാസം ഇത് പോട്ടെ, പിന്നെ ഡോക്ടർ തന്നെ പറയും നിങ്ങൾ എന്ത് ചെയ്യണം. അല്ലാതെ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ്, ഞാൻ പക്ഷേ ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വിട്ടുവീഴ്ചകൾ വരുത്തിയാൽ ശരി. ഇത് നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. 3 മക്കളുടെ മുഖം ഒന്ന് ചിന്തിക്കും. ഇത് നേരെയാക്കിയെടുത്ത് നമ്മൾ നേരെ ചൊവ്വേ പോകണം. അത് നടക്കോ, അത് ശരിയാവോ, അത് നടക്കാതെ പോവോ, ഇതൊന്നും നമുക്ക് ആർക്കും, നിങ്ങൾക്കറിയാമല്ലോ, ഭക്തിയുള്ള ഒരാളാണ്, നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല അല്ലേ? പക്ഷേ നമ്മളുടെ കർമ്മം നമ്മൾ ചെയ്യണം ഇല്ലേ? നമ്മളുടെ ധർമ്മം നമ്മൾ ചെയ്തേ പറ്റൂ, നമ്മളുടെ കർമ്മം നമ്മൾ ചെയ്തേ പറ്റൂ. അതിൻ്റെ പരിണാമം എന്താ എന്നുള്ളത് അത് ഭഗവാന്റെ കയ്യിൽ. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ശരിയായാൽ വളരെ നല്ലത്, ശരിയായില്ലെങ്കിൽ വിധി. അത് ഡോക്ടർ തീരുമാനിക്കും. ഒരുപക്ഷെ 2 സിറ്റിങ്ങോടുകൂടി തന്നെ ആരൊക്കെയാണ് പ്രശ്നം, എന്താണ് പ്രശ്നം എന്നുള്ളത് ആൾക്ക് മനസ്സിലാവും. എന്താണ് പ്രശ്നം എന്നുള്ളത് ഇതൊരു ഡീപ്പ് റൂട്ടഡ് പ്രോബ്ലം ആയിരിക്കാം ആ കുട്ടിയുടെ ചെറുപ്പകാലത്തെ കാരണം 15 വയസ്സായിട്ടുള്ള ചേച്ചി നോക്കി വളർത്തിയ കുട്ടിയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ കുട്ടിക്കാലത്തെ അനുഭവങ്ങളായിരിക്കാം ഈ കുട്ടിയെ മുൻചുണ്ടിക്കാരി ആക്കിയിട്ടുള്ളത്. നിങ്ങൾ പറയുന്നത് വിശ്വസിച്ച് ഞാൻ പറയുന്നതാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, കാരണം മുൻചുണ്ടി ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. അല്ല നമുക്കറിയില്ല. ആ കുട്ടിക്ക് മുൻചുണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും
തീർച്ചയായിട്ടും നിങ്ങൾ തല്ലിയിട്ടാണെങ്കിലും തല്ലിയിട്ടല്ലെങ്കിലും ആ കുട്ടിക്ക് ചില പ്രശ്നങ്ങൾ, സമ്മർദ്ദങ്ങൾ മനസ്സിൻ്റെ ഉണ്ട്. അത് മാറ്റിയെടുക്കണം. മാറ്റിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതിന് നിങ്ങളുടെ സഹായം ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അത്യാവശ്യമാണ്. അത് മനസ്സിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ അടുത്ത് നേരിട്ട് പറയാൻ പറ്റില്ല. എന്തെങ്കിലും പ്രശ്നം എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്നുള്ളപ്പോൾ എനിക്ക് വയറ് വേദനിക്കണമെന്ന് പറയാൻ പറ്റും ഡോക്ടറോട്. അത് എന്താണ് വയറുവേദന എന്നുള്ള ഡോക്ടറല്ലേ കണ്ടുപിടിക്കുക, അല്ലേ? അങ്ങനെ ഒരു മനസ്സിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ഡോക്ടറെ അടുത്ത് പോകണം. ഡോക്ടറാണ് കണ്ടുപിടിക്കേണ്ടത് എന്താ പ്രശ്നം എന്നുള്ളത്. നിങ്ങളോട് എങ്ങനെ ആ കുട്ടി പറയും? ആ കുട്ടിക്ക് അറിയാത്ത കാര്യം നിങ്ങളോട് എങ്ങനെ പറയും? അല്ല, അങ്ങനെയുള്ള ഇതല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്ന് പറയണം. ആ പ്രശ്നം ഉള്ളത് തന്നെ ആ കുട്ടിക്ക് അറിയില്ലെങ്കിലോ എന്ത് ചെയ്യും? ഇല്ലേ, ചിലതുണ്ട്. ഇപ്പൊ ഡയബറ്റിക് പേഷ്യൻസിന് ഹാർട്ട് അറ്റാക്ക് വരുന്നു പോകുന്നു, ചില പേഷ്യൻസ് അറിയുന്നേ ഇല്ല. അപ്പൊ എനിക്ക് അതെങ്ങനെ ഞാൻ പറയും? പിന്നെ അറിയാത്തൊരു കാര്യം പറയാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു ജീവിതത്തിലും മുമ്പോട്ട് പോകാൻ പറ്റില്ല, എസ്പെഷ്യലി ദാമ്പത്യ ജീവിതത്തിൽ. ഇത്രയും പ്രായമായി, 15 വർഷമായി, 3 മക്കളായി. ഇതിന് ശേഷം ഇനി നിങ്ങളുടെ ഭാവിയല്ല മുമ്പിൽ വേണ്ടത്, മക്കളുടെ ഭാവിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അവർക്ക് വേണ്ടി സഹിക്കുക എന്നുള്ളതാണ്, അവരെ നല്ല നിലയ്ക്ക് വളർത്താൻ എന്നുള്ളത് മാത്രമേ നിങ്ങളുടെ 2 പേരുടെ പേരിലുമുള്ളൂ. പിന്നെ ഈ കുട്ടി പറയുന്നത് സത്യമാണെങ്കിൽ, ഈ കുടിക്കുന്നില്ല ഇപ്പോൾ ഒന്ന് മക്കൾ പറഞ്ഞു, അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഈ അടി, തൊഴി, കുത്ത്, ചവിട്ട് ഇത്യാദി കലാപരിപാടികൾ ഒന്നും പാടില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ കുട്ടി പറഞ്ഞത് സത്യമാണെങ്കിൽ പാടില്ല. അതുകൊണ്ട് ഒരു ഫലവുമില്ല, കുടുംബം ശിഥിലമായി പോവുകയേ ഉള്ളൂ. ആ കുട്ടിക്ക് കൂടുതൽ മനപ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരിക്കലും പിന്നെ കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ശരിക്കും ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത്. നമ്മളുടെ കർമ്മം കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. കുട്ടിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വാറണ്ടാച്ചിട്ട് കുട്ടി വന്നു. കാരണം പോലീസുകാരനുണ്ട്. വന്നിട്ട് അവൻ എന്നോടൊന്നും പറഞ്ഞില്ല. ഈ പയ്യൻ കോടതിയിൽ ബഹളം വെച്ചു. എന്താ കാരണം എന്നറിയോ? ഇവർ തമ്മിൽ തല്ലുന്നുണ്ട്, അതിന് ഞങ്ങളെന്തിന് ഇതിൽ ഇടപെടണം, ഞാനെന്തിന് കോടതിയിൽ വരണം? ഇങ്ങനെയാവും കുട്ടി. രണ്ടുപേരും ഇപ്പം നിൽക്കണ പോലെ തന്നെ നിൽക്കുക, പോവുക, ഡോക്ടറെ പോയി ആദ്യം അപ്പോയിൻമെൻറ്റ് കാണുക. നിങ്ങൾ പോവുക, ഡോക്ടറെ കണ്ട് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക. എപ്പോഴാണ് കൂട്ടിക്കൊണ്ടുവരുന്ന ഭാര്യ, ഞങ്ങൾക്ക് നിങ്ങളൊന്നും പറയണ്ട, ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ മുൻകോപമുണ്ടെന്ന് ഒന്നും പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, എനിക്കൊരു അപ്പോയിൻമെൻറ്റ് വേണം പറയാം. ആ അപ്പോയിൻമെൻറ്റ് എടുക്കുക. നിങ്ങൾ രണ്ടുപേരും ആദ്യം പോവുക, കാണുക, ഡോക്ടർ പറയുന്നതിന് ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് പോവുക. എന്നിട്ട് ആ ഡോക്ടറിൻ്റെ ഒരു നിഗമനത്തിലെത്തുമല്ലോ, അതെത്തുമ്പോൾ അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കാം. ആമേ റൈറ്റ് സർ? അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ഞങ്ങളുടെ അഭിപ്രായം തന്നെയാണ്. ഇടയ്ക്ക് ചില ദിവസങ്ങളൊക്കെ കുട്ടികളൊക്കെ ഒന്നിച്ച് കഴിയട്ടെ. ഈ അവസ്ഥ അതാ പറഞ്ഞേ, കുറച്ച് എവിടെയെങ്കിലും കൊണ്ടുപോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒരാഴ്ച ഇവിടെ നിന്നാ 3 കുട്ടികൾ ഒരാഴ്ച ഇവിടെ നിൽക്കുക. അവരെ പിരിക്കല്ലേ? അല്ല, അവർ രണ്ടുപേരും പോകത്തില്ല. അല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അയക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പറഞ്ഞ പോകണം. അച്ഛൻ എന്ന നിലയിൽ നിങ്ങൾ തന്നെ കൂട്ടിക്കൊണ്ടുപോയി പോകത്തില്ല. നിങ്ങൾ തന്നെ കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് 12 വയസ്സായിട്ടുള്ള കുട്ടികളല്ലേ, 13 വയസ്സായിട്ടുള്ള കുട്ടികൾ കൊണ്ടുപോയി വിടണ്ട. പറഞ്ഞ് മനസ്സിലാക്കി മക്കളെ നല്ല നിലയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട, അമ്മയുടെ വില എന്താന്ന് മനസ്സിലാക്കി കൊടുത്ത് ആ കുട്ടികളെ അമ്മയായിട്ട് അടുപ്പിക്കേണ്ട ചുമതല നിങ്ങളിലാണ്. അതിപ്പോ അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നാളെ വന്നാൽ ഒരു വിളിച്ചിട്ട് പോവല്ലേ? വിളിച്ചോണ്ട് പോകല്ല, അവരുടെ മനസ്സിലും കുറെ കരടുകളുണ്ട്, അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങൾ ഒരുമിച്ചാവണം. സിന്ധുപ്പ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, ആരും ഇല്ലല്ലോ, പിന്നെ എന്താ പ്രശ്നം? ഒരാള് ഒരു ഇത് പറയാൻ പോലും ഇല്ല. അത് ഷിബു മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് തീരുമാനിക്കാം. മറ്റേ കുട്ടികളെ 3 പേരും ഒന്നിച്ചൊക്കെ അവിടെ നിൽക്കട്ടെ.
അപ്പൊ അത് അങ്ങനെ തീരുമാനിച്ചിട്ട് നമുക്ക് 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും കാണാൻ ഇടവരരുത്. ഡോക്ടറെ അല്ല, അവര് നല്ല നിലയ്ക്ക് പോവാണെങ്കിൽ വീണ്ടും ഞങ്ങൾ വിവരം അറിയിക്കണം. വിവരം അറിയിച്ചാൽ ഞങ്ങളും സന്തോഷിക്കും. ഞങ്ങൾക്കൊരു സന്തോഷമാണ് നിങ്ങൾ നല്ല നിലയ്ക്ക് പോയി ആ മക്കൾ നന്നായിരിക്കുന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിന്റെ ഒരു സാക്ഷിയായതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊരു സന്തോഷമുണ്ട്. ആ കാര്യം ഇവിടെ നമ്മൾ പറയുകയും ചെയ്യുക, പ്രേക്ഷകരും സന്തോഷിക്കട്ടെ. അതുകൊണ്ട് പറയണം. മറ്റേത് അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ. നമുക്ക് ശുഭപ്രതീക്ഷയോട് കൂടി വിടാം. മേഡം ഒരു കാര്യം, ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ജഡ്ജായിട്ടിരുന്ന ആളാണ്, കുടുംബ കോടതിയുടെ ജഡ്ജായിട്ട്. ഒരു കേസിൽ അച്ഛൻ കുട്ടിയെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞൊരു പെറ്റീഷൻ തന്നു. ഞാൻ നോട്ടീസ് ഓർഡറാക്കി, അമ്മയ്ക്ക് നോട്ടീസ് കൊടുത്തു. അവർ വന്നിട്ട് പറഞ്ഞു കുട്ടിക്ക് സുഖമില്ല, ഹാജരാക്കാൻ പറ്റില്ല പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അല്ല, കുട്ടിക്ക് അസുഖമൊന്നുമില്ല, വരില്ല എന്ന്. അവസാനം വളരെ വിഷമത്തോട് കൂടിയിട്ട് ഞാൻ കുട്ടിയെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് വാറണ്ട് അയച്ചു. ഹാജരാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വാറണ്ട് അയക്കലേ നിവൃത്തിയുള്ളൂ. കുട്ടിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വാറണ്ട് അയച്ചു. വാറണ്ട് അയച്ചിട്ട് കുട്ടി വന്നു, കാരണം പോലീസുകാരനുണ്ട്. വന്നിട്ട് അവൻ എന്നോടൊന്നും പറഞ്ഞില്ല. ഈ പയ്യൻ കോടതിയിൽ ബഹളം വെച്ചു. എന്താ കാരണം എന്നറിയോ? ഇവർ തമ്മിൽ തല്ലുന്നുണ്ട്, അതിന് ഞങ്ങളെന്തിന് ഇതിൽ ഇടപെടണം, ഞാനെന്തിന് കോടതിയിൽ വരണം? ഇങ്ങനെയാവും കുട്ടി. ഈ നിങ്ങളുടെ മകൻ ഇപ്പോൾ 12 വയസ്സേ ഉള്ളൂ. ആ പയ്യന് 15 വയസ്സുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്. അവൻ ചോദിച്ചതാണ്, എന്നോടല്ല എൻ്റെ സ്റ്റാഫിനോട്. ബെഞ്ച് ക്ലാർക്കിനെ വിളിച്ച് ചോദിക്കുകയാണ് അവൻ, ഇവർ തമ്മിൽ തല്ലിക്കോട്ടെ, ഇവർ ഭാര്യയും ഭർത്താവുമല്ലേ, ഞങ്ങളെന്തിന് ഇതിൽ കൂട്ടിക്കുഴക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. അതായത് മാറിക്കഴിഞ്ഞ് മനസ്സ് മാറി ആ കുട്ടിയുടെ. അതുപോലെ ആവരുത്. അതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഈ ജീവിതം ഏതോ ഇപ്പോൾ അങ്ങനെ തന്നെ ഞാൻ അറിയുന്നുണ്ട് അവരുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത്. ഭാര്യ വേറെ, ഭർത്താവ് വേറെ, കുട്ടികൾ വേറെ. ഇതാണോ കുടുംബം? ഈ മാതിരിയുള്ള ഒരു അവസ്ഥ വരാതിരിക്കാൻ ഇത് അവസാനിപ്പിച്ചേ തീരൂ. നിങ്ങൾ എന്തായാലും ഈ കൗൺസിലിങ്ങിന് പോകണം. 2 മാസം കഴിഞ്ഞ് റിപ്പോർട്ട് ഞങ്ങൾ അറിയിക്കണം. നല്ലൊരു ശുഭ പര്യവസായിയായ ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിർത്താം നമുക്ക്. അഡ്വക്കേറ്റ് മെമ്പർ അല്ല, അതിപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും ഇതിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിലെനിക്ക് ഷിബുവിനോടൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ അവരെ മാത്രം കൗൺസിലിങ്ങിന് ഹാജരാക്കി അവർക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടല്ല, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. അതിന് 2 കൂട്ടരും സഹകരിക്കണം. സഹകരണമാണ് പ്രധാനം. അതിനേക്കാൾ ഉപരി ഇപ്പം എന്ത് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളുടെ വീട്ടുകാരുടെ സഹകരണവും സ്നേഹവും അതാണ് ഏറ്റവും നല്ല മരുന്ന്. അല്ലാതെ ഗുളിക കഴിക്കലല്ല ഇതിൻ്റെ മരുന്ന്. സഹകരണവും സ്നേഹവും. പിന്നെ ഈ കുട്ടികൾ എന്ന് പറയുന്നത് അവരെപ്പോഴും മുതിർന്നവരെ കണ്ട് ആണ് പഠിക്കുന്നത്. നമ്മുടെ ജീവിതം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. നമ്മളും പെട്ടെന്ന് ദേഷ്യം വരിക, അത് അവരറിയാതെ തന്നെ അവരുടെ ക്യാരക്ടർ അങ്ങനെ. ഇപ്പം അറിയാലോ, അവരുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ കാലമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവർ എന്തെങ്കിലും ദേഷ്യപ്പെട്ടാലും നിങ്ങൾ ഒരിക്കലും ദേഷ്യപ്പെടരുത്. ക്ഷമ നല്ല പോലെ വേണം. എന്നിട്ട് സൈക്കോളജിസ്റ്റ് പറയുന്നതനുസരിച്ച് ജീവിക്കൂ. നല്ലത് വരും എന്നാണ്, നിങ്ങളുടെ കുടുംബം നന്നായി പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആസ് എ സോഷ്യൽ വർക്കർ സിന്ധു, ഷിബു, നമുക്കറിയാലോ കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബം ഇമ്പമുള്ളത് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു കുടുംബമായിട്ട് ഈ കുട്ടികളുമായിട്ട് അവർ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം അനുഭവിക്കട്ടെ, അവർ നല്ല കുട്ടികളായിട്ട് വളരട്ടെ, അങ്ങനൊരു നല്ല കുടുംബമായിട്ട് വളരുക, അതിനൊരു ഇടവരട്ടെ സർവേശ്വരൻ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇത് കാണുന്ന പ്രേക്ഷകർക്കും എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കും. ഇതൊരു നല്ല രീതിയിൽ പോകുമ്പോൾ ഞങ്ങൾക്കും എല്ലാവർക്കും സന്തോഷമായിരിക്കും. അങ്ങനെ ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും പറയാനുള്ളത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുന്നതും ശിഥിലമാവുന്നതും നിങ്ങളുടെ 2 പേരുടെയും കയ്യിലിരിക്കുന്നു. ആ 3 കുട്ടികളുടെ ഇവിടെ കണ്ട ആ 2 മക്കളുടെ പൊന്നോമന കുട്ടികൾ, അവരുടെ മുഖത്തിലെ ആ എന്താ പറയുക ഇന്നസെൻസ്, അത് അവരച്ഛനും അമ്മയും വേണം ഞങ്ങൾക്കെന്ന് പറഞ്ഞപ്പോൾ നെഞ്ഞു പൊട്ടിപ്പോയി. ഞങ്ങളുടെ ആരുമല്ല ആ മക്കൾ, പക്ഷെ ഞങ്ങൾക്ക് ഇരുന്ന 5 പേരും ഞങ്ങൾക്ക് വല്ലാതെ വിഷമം തോന്നി. അറിയാതെ കണ്ണിൽ വെള്ളം വന്നുപോയി. കാരണം കുട്ടികളുടെ വേദന താങ്ങാൻ പറ്റാവുന്നതല്ല. അതെപ്പോഴാണ് മനസ്സിലാവുമെന്നറിയോ? കുട്ടികൾ തെറ്റായ വഴിക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളുടെ വാശി എത്രത്തോളം ആ കുട്ടികളെ നശിപ്പിച്ചു. അതൊന്നും ഇടവരുത്താതെ
ഇവർക്ക് എല്ലാവിധ നന്മകളും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയല്ലത് ജീവിതം, അമൃത TV, ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ: ജീവിതം@amritatv.com.